എനിക്ക് മദ്യപിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ താല്പര്യമില്ല എന്ന് തന്നെയാണ്. കുമ്പളയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് യൂട്യൂബർ ഹെലൻ ഓഫ് സ്പാട്ടയ്ക്ക് എതിരെ കേസ്. മെഷീൻ കേടാണ് സാറേ. കേടാ, വെള്ളമടിക്കണ ശരീരത്തിന് കേടാ. വാഹന പരിശോധനയ്ക്കിടെ മനുഷ്യജീവന് അപകടമുണ്ടാക്കും വിധം പ്രതി വാഹനവുമായി കടന്നു കളഞ്ഞെന്ന് എഫ്ഐആർ വരികയാണ്. ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു, ഇപ്പൊ എന്തായി? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ, കാട്ടുകളെ. എനിക്ക് മദ്യപിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ താല്പര്യമില്ല എന്ന് തന്നെയാണ്. സാറിന്റെ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്, പക്ഷെ കുറച്ചും കൂടി ഒന്ന് ഇംപ്രൂവ്മെന്റ് ചെയ്യണം. പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് ഹെലൻ ഓഫ് സ്പാട്ട എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി അറിയപ്പെടുന്ന ധന്യ SR മദ്യപിച്ച് വാഹനം അപകടകരമായ വിധം പോലീസ് കണ്ടെത്തുന്നത്. ഞാൻ പോവാ. കുട്ടിക്കാലത്ത് നാട് വിട്ടുപോയ എന്റെ വല്യേട്ടനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയത്. നിങ്ങൾ ഇത്രയും വലിയ സാമൂഹ്യ ദ്രോഹിയാണെന്നെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. പോലീസ് അടുത്തേക്ക് എത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ ധന്യ വാഹനം അതിവേഗതയിൽ ഓടിച്ച് ദേശീയപാതയിലൂടെ കിലോമീറ്ററുകളോളം സഞ്ചരിക്കുകയായിരുന്നു. ഈ പറയുന്ന ഇവർക്ക് ആർക്കും എന്തില്ല അറിയോ വൈഷു? സെൽഫ് റെസ്പെക്ട് ഇല്ല, ഒരു ഡിഗ്നിറ്റി ഇല്ല, യാതൊരു നാണവുമാനവും ഇല്ല. മനസ്സിലായോ? മനസ്സിലായി. പിന്നീട് കുമ്പളയിൽ വെച്ചാണ് പോലീസിനെ ധന്യയും ധന്യയുടെ ഭർത്താവിനെയും വാഹനത്തിനകത്ത് നിന്ന് പിടികൂടാനായിട്ടുള്ളത്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി. ഇപ്പോൾ വാഹനം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു സാധനം പറയുന്ന സമയത്ത് 10 പ്രാവശ്യമെങ്കിലും ആലോചിക്കണം എന്ന് പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. ചില കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ ഒരു പ്രത്യേക വൈഭവമായിട്ടുണ്ട്. അത് നമ്മൾ സമ്മതിച്ചേക്കും. മോട്ടോർ വാഹന വകുപ്പിലെ ഗുരുതരമായ വകുപ്പുകൾ അടക്കം ചേർത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആ